ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഫോളോ ഓഫ് എൽ ഡാഷ് ആണ് അല്ലേ? അപ്പോൾ എൽ ഡാഷിന്റെ ഫോളോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എസിന്റെയും എല്ലിന്റെയും ഫോളോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോളോ ഓഫ് എൽ ഡാഷ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ ആ ഗ്രാമറിനകത്ത് എൽ ഡാഷ് റൈറ്റ് സൈഡിൽ വരുന്ന പ്രൊഡക്ഷൻ റൂളുകൾ നമ്മൾ എടുക്കണം. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് വരുന്നുണ്ട് അല്ലേ? എൽ ടെൻസ് ടു എസ് എൽ ഡാഷും വരുന്നുണ്ട്. പിന്നെ എൽ ഡാഷ് ടെൻസ് ടു കോമ എസ് എൽ ഡാഷ് ഓർ എപ്സലോൺ. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രൊഡക്ഷൻ റൂളുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, കാരണം ഈ രണ്ട് പ്രൊഡക്ഷൻ റൂളുകളിലാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എൽ ഡാഷ് വരുന്നത്. അപ്പൊ എൽ ഡാഷിന്റെ ഫോളോ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ പ്രൊഡക്ഷൻ റൂൾ എടുക്കുകയാണ്. എൽ ടെൻസ് ടു എസ് എൽ ഡാഷ്. ഓക്കെ, എസ് എൽ ഡാഷ് നമ്മുടെ പഴയ സംഭവം നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി. എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. ഓക്കെ, ബി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിന്റെ ഫോളോ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ മുകളിലാണ് ബി ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ആൽഫ വരും. അപ്പം ബി എന്ന് പറഞ്ഞ എൽ ഡാഷ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡിൽ ഒന്നുമില്ല അല്ലേ? അപ്പോൾ എ ടെൻസ് ടു ആൽഫ ബി എന്ന് വന്നു കേട്ടോ. എ ടെൻസ് ടു ആൽഫ ബി. അങ്ങനെയാണെങ്കിൽ അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തേർഡ് റൂളാണ്. മൂന്നാമത്തെ റൂളാണല്ലോ എ ടെൻസ് ടു ആൽഫ ബി ബീറ്റ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബീറ്റയുടെ അവിടെ എന്താണ്? ബീറ്റ ഈക്വൽ ടു എപ്സലോൺ ആണ് അല്ലേ? അപ്പം നമുക്ക് തേർഡ് റൂൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം തേർഡ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഫോളോ ഓഫ് ബി എന്ന് പറയുന്ന ഫോളോ ഓഫ് എ ആയിരിക്കും വരുന്നത് അല്ലേ? ഫോളോ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഫോളോ ഓഫ് എ എന്ന് വരും അല്ലേ? അതായത് ബി എന്ന് പറഞ്ഞാൽ എന്താ? എൽ ഡാഷ്. അപ്പൊ എൽ ഡാഷിന്റെ ഫോളോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ ഫോളോ വരും? ഫോളോ ഓഫ് എ വരും. അതായത് എല്ലിന്റെ ഫോളോ വരും. അതായത് എല്ലിന്റെ ഫോളോ തന്നെയാണ് എൽ ഡാഷിലും വരുന്നത് അല്ലേ? എല്ലിന്റെ ഫോളോ എന്തായിരുന്നു നമുക്ക് എഴുതിയത്? നമുക്ക് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരുന്നു അല്ലേ? എല്ലിനകത്ത് ആകെപ്പാടെ ഒരെണ്ണമായി നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നു അല്ലേ? എല്ലിന്റെ ഫോളോ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ലേ? അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റ് നമ്മൾ എഴുതി. ഓക്കെ, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആദ്യത്തെ നമുക്ക് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് അടുത്ത നോക്കിയേ, രണ്ടാമത്തെ പ്രൊഡക്ഷൻ റൂൾ എടുക്കുക. എൽ ഡാഷ് ടെൻസ് ടു അല്ലേ? എൽ ഡാഷ് ടെൻസ് ടു കോമ എസ് എൽ ഡാഷ് ഓർ എപ്സലോൺ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മൾ എന്താ, നമ്മുടെ ബി എവിടെ വരണ്ടേ? എൽ ഡാഷിന്റെ മുകളിൽ, കാരണം അതിന്റെ ഫോളോ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഇനി ആ ബിയുടെ ലെഫ്റ്റിൽ വരുന്നതൊക്കെ ആൽഫ ആയിരിക്കും, റൈറ്റ് സൈഡിൽ വരുന്നതെല്ലാം എന്താ? ബീറ്റ ആയിരിക്കും. പക്ഷെ ഇവിടെ ബീറ്റ ഇല്ല. ഓക്കെ, അപ്പം എ ടെൻസ് ടു ആൽഫ ബി എന്ന് തന്നെ കിട്ടി. എ ടെൻസ് ടു ആൽഫ ബി. ഓക്കെ, അപ്പം ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബീറ്റ എന്ന് പറഞ്ഞ സംഭവം ബീറ്റ ഈക്വൽ ടു എപ്സലോൺ ആണ് അല്ലെ? ബീറ്റ എന്ന് പറഞ്ഞ എപ്സലോൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും നമ്മൾ തേർഡ് റൂൾ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോളോ ഓഫ് ബി ഈക്വൽ ടു ഫോളോ ഓഫ് എ. ഇതേ റൂൾ തന്നെ, ഫോളോ ഓഫ് ബി ഈക്വൽ ടു ഫോളോ ഓഫ് എ എന്ന് വരും. അതായത് ഫോളോ ഓഫ് എൽ ഡാഷ് ഈക്വൽ ടു ഫോളോ ഓഫ് എൽ ഡാഷ്. കണ്ടോ? അപ്പോൾ ഒരു ചേഞ്ചും ഇല്ല. ഇപ്പൊ എൽ ഡാഷിൽ എന്താണോ കിട്ടിയത് അത് തന്നെ, ഒരു ചേഞ്ചും വരുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എൽ ഡാഷ്, ഫോളോ ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഫോളോ ഓഫ് എൽ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നത്? ആകെ ഒരേ ഒരു സിമ്പിൾ മാത്രമേ ഉള്ളൂ, അതായത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മുടെ പരിപാടി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ എൽ ഡാഷിന്റെ കണ്ടുപിടിക്കുമ്പോൾ എൽ ഡാഷിൽ എന്ത് കിട്ടിയോ അത് നമ്മൾ ഫോളോ ഓഫ് എസിനകത്ത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എസിന്റെ ഫോളോ എന്ത് വരും? ഫോളോ ഓഫ് എസ് ഓൾറെഡി എന്തൊക്കെയുണ്ട് എസിനകത്ത്? നമുക്ക് ഡോളർ ഉണ്ടായിരുന്നു, പിന്നെന്തായിരുന്നു? ഒരു കോമ ഉണ്ടായിരുന്നു അല്ലെ? ഡോളറും ഉണ്ടായിരുന്നു, ഒരു കോമ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താ? എൽ ഡാഷിന്റെ ഫോളോ എന്താണ് വരുന്നത് അത് നമ്മൾ ഇടണമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ അല്ലേ? അപ്പം നേരത്തെ നമ്മുടെ പഴയ വീഡിയോ, അതായത് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഫോളോ ഓഫ് എൽ ഡാഷ് ആണ് ഇനി നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. എൽ ഡാഷിന്റെ ഫോളോയും കൂടെ നമ്മൾ എസിൽ ആഡ് ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് എൽ ഡാഷിന്റെ ഫോളോ ഇപ്പൊ എന്താ കിട്ടിയത്? ക്ലോസ്ഡ് ബ്രാക്കറ്റ്. സോ ക്ലോസ്ഡ് ബ്രാക്കറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ എസിന്റെ ഫോളോ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അത് മറന്നു പോകാൻ പാടില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എസിന്റെ ഫോളോയും നമ്മുടെ കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് 3 ആൾക്കാരുടെയും ഫോളോയും നമ്മൾ കണ്ടുപിടിച്ചു. ഇതിനു മുമ്പേ നമ്മൾ എന്താ ഫസ്റ്റും കണ്ടുപിടിച്ചു അല്ലേ? അപ്പൊ ഞാനിവിടെ ഫോളോ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റും ഫോളോയും കൂടെ ഞാനിവിടെ കറക്റ്റ് ആയിട്ട് ഒരു ടേബിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഫസ്റ്റ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ ഫോളോയും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഞാനിത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ എസിന്റെ ഫസ്റ്റ് എന്ന് പറയുന്ന ഇത് വരും, എല്ലിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്, എൽ ഡാഷിന്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ എപ്സിലോണുമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോളോ നോക്കി. എസിന്റെ ഫോളോ എന്ന് പറയുന്നത് ഡോളർ വരും, കോമ വരും, പിന്നെ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് വരും. എല്ലിന്റെ ഫോളോ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ, എൽ ഡാഷിന്റെ അതുപോലെ തന്നെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടേബിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ഫസ്റ്റും ഫോളോയും കണ്ടുപിടിച്ചില്ലേ? ഇനി ഫസ്റ്റും ഫോളോയും കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രിഡിക്റ്റീവ് പാസ് ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ആ പാസ് ടേബിൾ ഞാൻ ജസ്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാസ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ പാസ് ടേബിൾ വരച്ചു വെച്ചിട്ടുണ്ട്. പാസ് ടേബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ടോപ്പിൽ, അതായത് കോളമായിട്ട് വരുന്നതൊക്കെ എന്താണ്? ടെർമിനൽ സിമ്പിൾസ് ആണ് അല്ലെ? ഇതെല്ലാം ടെർമിനൽ സിമ്പിൾസ് ആണ്. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്നതെല്ലാം എന്താണ്? ഇതൊക്കെ നമ്മുടെ നോൺ ടെർമിനൽ സിമ്പിൾസ് ആണ്. നോൺ ടെർമിനൽ സിമ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആകെ 3 നോൺ ടെർമിനലേ ഉള്ളൂ. ഇനി ടെർമിനൽസ് എല്ലാം ഈ നമ്മൾ മുകളിൽ എഴുതി. ഇനി ടെർമിനലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി പാസ് ടേബിളിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും നമ്മൾ എപ്സിലോൺ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ ഡോളർ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പാസ് ടേബിളിനകത്ത് ഡോളർ നമ്മൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ എപ്സിലോണിനെ ഒരിക്കലും ഇതിനകത്ത് എഴുതാൻ പാടില്ല. ഓക്കെ, ഈ നമ്മൾ ടെർമിനൽസ് ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ. ഇനി നമ്മൾ ഇത് ഫില്ല് ചെയ്യണം അല്ലേ? ഫില്ല് ചെയ്യണ്ടായി. അപ്പോൾ നമ്മൾ ഇനി ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റും ഫോളോ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നുള്ളത് അല്ലേ? അപ്പം എസ് ആണ് നമ്മുടെ ഏറ്റവും ആദ്യം കിടക്കുന്ന ആള്. എസ് ആണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ നോൺ ടെർമിനൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എസിന്റെ പ്രൊഡക്ഷൻ ഒന്ന് നോക്കി. നമ്മുടെ എസിന്റെ പ്രൊഡക്ഷൻ എന്താ? എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് എൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ് പിന്നെ എസ് ടെൻസ് ടു എ അല്ലേ? എസ് ടെൻസ് ടു എ. അപ്പോൾ ഇങ്ങനെ 2 പ്രൊഡക്ഷൻസ് ആണ്. രണ്ടും കൂടെ ഒരുമിച്ച് ഞാനിങ്ങനെ നമ്മൾ ഓറിട്ട് എഴുതുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എസിന്റെ ആള്. ഈ ആളെ നമ്മൾ എവിടെയാണ് അവിടെ ഉൾക്കൊള്ളിക്കേണ്ടതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്? നമ്മൾ ഫസ്റ്റ് ആണ് നോക്കേണ്ടത്. ആദ്യം നമ്മൾ ഫസ്റ്റ് നോക്കുക. അപ്പം ഓപ്പൺ ബ്രാക്കറ്റും എയും ഉണ്ട്. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓപ്പൺ ബ്രാക്കറ്റിന്റെ അവിടെ ഈ ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്ഷൻ എഴുതണം. ഇനി എയുടെ അടിയിൽ ആ എസ് ടെൻസ് ടു എ എന്നുള്ള പ്രൊഡക്ഷൻ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓപ്പൺ ബ്രാക്കറ്റ് ഫസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് അല്ലേ ഇവിടെ കിടക്കുന്നത്? അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്തേക്കുന്ന പ്രൊഡക്ഷൻ ഏതാ? എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് എൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇതിലാണ് ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റിന്റെ അടിയിൽ കൊണ്ടുവന്ന് എഴുതണം. ഇനി എസ് ടെൻസ് ടു എ എന്നുള്ളത് നമുക്കിവിടെ എ ഉണ്ടല്ലോ, എയുടെ അടിയിൽ കൊണ്ടുവന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം. ഓപ്പൺ ബ്രാക്കറ്റിന്റെ അവിടെ ഞാൻ എന്ത് എഴുതി? ഇതാണ് നമ്മുടെ ഓപ്പൺ ബ്രാക്കറ്റ്. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റിന്റെ അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? എസ് ടെൻസ് ടു ഓപ്പൺ ബ്രാക്കറ്റ് എൽ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ഇനി എയുടെ അടിയിലാണ് രണ്ടാമത്തെ എഴുതേണ്ടത്. എസ് ടെൻസ് ടു എ കൊണ്ടുവന്ന് എഴുതേണ്ടത്. എസ് ടെൻസ് ടു എ. അപ്പം എസിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ? എൽ ആണ് നമ്മുടെ അടുത്ത പ്രൊഡക്ഷന്റെ ആള് അല്ലേ? അപ്പൊ എൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലിൽ എന്താ വന്നേക്കുന്നത്? എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് എന്നാണ് അല്ലേ? അവിടെ ഓറൊന്നുമില്ല, ആകെപ്പാടെ ഒരൊറ്റ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എവിടെ നമ്മൾ എഴുതേണ്ടത്? ഇത് നമ്മൾ ഫസ്റ്റിലോട്ട് വരിക. ഫസ്റ്റിലോട്ട് വരുമ്പോൾ ഓപ്പൺ ബ്രാക്കറ്റും എയും ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പൺ ബ്രാക്കറ്റിന്റെയും എയുടെയും അടിയിലാണ് നമ്മൾ എന്ത്? എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റിന്റെയും എയുടെ അടിയിലാണ് എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് എഴുതേണ്ടത്. ഓപ്പൺ ബ്രാക്കറ്റ് എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് എന്ന് വരും അല്ലെ? എസ് എൽ ഡാഷ് വരും. ഇവിടെയും എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് എന്ന് വരും. മറ്റേ കേസിൽ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റിന്റെ അവിടെയാണ് നമ്മൾ ഇടേണ്ടിയിരുന്നത് അല്ലെ? ഞാൻ ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ അവിടെയാണ് ഇട്ടത്. ഇവിടെ അല്ലേ ഇടേണ്ടത്? ഓപ്പൺ ബ്രാക്കറ്റിന്റെ അവിടെയാണ് ഇടേണ്ടത്. എസ് ടെൻസ് ടു എസ് എൽ എന്നുള്ളത് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റിന്റെ അവിടെ ഇടേണ്ടത്. ഇവിടെ നമ്മൾ എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതണം. എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് രണ്ടിടത്ത് നമ്മൾ എൽ ടെൻസ് ടു എസ് എൽ ഡാഷ് ആണ് എഴുതുന്നത്. അപ്പോൾ രണ്ടിലും ഓപ്പൺ ബ്രാക്കറ്റ് എയും തന്നെയല്ലേ വരുന്നത്? ഓപ്പൺ ബ്രാക്കറ്റ് എ എന്ന് തന്നെയാണ് രണ്ടിലും വരുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത് അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു കേസ് തെറ്റിപ്പോയതാണ്. നിങ്ങൾ ഇപ്പുറത്ത് എഴുതണം. ഓപ്പൺ ബ്രാക്കറ്റ് തന്നെ എഴുതണം. ഓക്കെ, ഇനി നമ്മുടെ എൽ ഡാഷ് നോക്കിയേ. എൽ ഡാഷ് നോക്കിയാൽ എൽ ഡാഷിന്റെ പ്രൊഡക്ഷൻ റൂൾ എന്താ വരുന്നത്? എൽ ഡാഷ് ടെൻസ് ടു എസ് എൽ ഡാഷ് അല്ലെ? എൽ ഡാഷ് ടെൻസ് ടു കോമ എസ് എൽ ഡാഷും എൽ ഡാഷ് ടെൻസ് ടു എപ്സലോണുമാണ് അല്ലെ? അപ്പൊ എൽ ഡാഷിന്റെ ഫസ്റ്റ് നോക്കിയേ, കോമയുണ്ട്. അപ്പൊ ഈ കോമ എസ് എൽ ഡാഷ് എന്നുള്ളത് അവിടെ വരും അല്ലെ? പിന്നെ എൽ ഡാഷ് ടെൻസ് ടു എപ്സലോൺ ഉണ്ട്. അപ്പം കോമ എസ് എൽ ഡാഷ് എന്നുള്ളത് ആദ്യം നമുക്ക് എഴുതാം. ഈ എൽ ഡാഷ് ടെൻസ് ടു എസ് എൽ ഡാഷ് എന്നുള്ളത് നമ്മൾ കോമയുടെ അടിയിൽ ആദ്യം കൊണ്ടുവന്ന് എഴുതണം. ഓക്കെ, കാരണം ഈ ഒരു പ്രൊഡക്ഷനകത്ത് നമ്മൾ കോമ വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ കോമയുടെ താഴെയാണ് എഴുതേണ്ടത്. അപ്പൊ കോമയുടെ താഴെ നമ്മൾ എന്ത് എഴുതി? ആ പ്രൊഡക്ഷൻ എഴുതി. എൽ ഡാഷ് ടെൻസ് ടു കോമ എസ് എൽ ഡാഷ്.
ഒരു കോമയുണ്ടേ, കോമ എസ് എൽ ഡാഷ്. അത് നമ്മൾ എഴുതി. ഇനി അടുത്ത പ്രൊഡക്ഷൻ എന്താ? എൽ ഡാഷ് ടെൻസ് ടു എപ്സിലോൺ അല്ലേ? അപ്പൊ എൽ ഡാഷ് ടെൻസ് ടു എപ്സിലോൺ എന്നുള്ളത് ഈ രണ്ടാമത്തെ ഈ ഒരു പ്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ടാമത്തെ പ്രൊഡക്ഷൻ എവിടെ കൊണ്ടുവന്ന് എഴുതും? എപ്സിലോൺ വരുന്ന കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? നേരെ ഫോളോയിലാണ് കൊണ്ട് ആഡ് ചെയ്യേണ്ടത്. ഫോളോ ആണ് നോക്കേണ്ടത്. എപ്സിലോണിന്റെ എൻട്രി ഒരിക്കലും നമ്മൾ പാസ്റ്റ് ടേബിളിനകത്ത് എഴുതത്തില്ല. അപ്പം എപ്സിലോൺ വരുന്ന പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നേരെ ഇപ്പുറത്ത് വരിക, ഫോളോയി വേണം അത് എഴുതാൻ. ഓക്കെ, അപ്പൊ ഫോളോയിലാകെ ക്ലോസ്ഡ് ബ്രാക്കറ്റേ ഉള്ളൂ. അപ്പൊ ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ അടി വേണം എൽ ഡാഷ് ടെൻസ് ടു എപ്സിലോൺ നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റിന്റെ അടി വന്നിട്ടാണ്, ഇതാണ് നമ്മുടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് അല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ടാണ് എൽ ഡാഷ് ടെൻസ് ടു എപ്സിലോൺ എന്ന് എഴുതിയത്. കണ്ടോ? എൽ ഡാഷ് ടെൻസ് ടു എപ്സിലോൺ. അപ്പം എൽ ഡാഷ് ടെൻസ് ടു എപ്സിലോൺ എന്നുള്ള ഒരു പ്രൊഡക്ഷൻ നമ്മൾ എഴുതണമെങ്കിൽ നമ്മൾ ഇവിടെ വരണം. നമ്മൾ വരേണ്ടത് എപ്സിലോണിന്റെ കേസിൽ നമ്മൾ നേരെ ഫോളോയിലേക്ക് പോകണം. ഫോളോയിലെ സിമ്പിളിന് അടിയിൽ വേണം നമ്മൾ അത് എഴുതാൻ. ഓക്കെ, എൽ ഡാഷ് ടെൻസ് ടു എപ്സിലോൺ എന്നുള്ളത് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാസ് ടേബിൾ എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞില്ലേ പാസ് ടേബിൾ? അപ്പോൾ ഈ പാസ് ടേബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾ നമ്മൾ ഈ എൻട്രി വന്നിട്ടുള്ള എല്ലാ സെല്ലുകളും നോക്കിക്കേ. എൻട്രി വന്നിട്ടുള്ള എല്ലാ സെല്ലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെല്ലിനകത്തും ആകെ ഒരേ ഒരു എന്താണ്, നമ്മൾ പ്രൊഡക്ഷൻ റൂൾ മാത്രമേ വരുന്നുള്ളൂ അല്ലേ? ഇത് നോക്കിയാൽ എസ് ടെൻസ് ടു എൽ മാത്രമേ ഉള്ളൂ. ഇത് എസ് ടെൻസ് ടു എ ആണ്. എൽ ഡാഷ് ടെൻസ് ടു എസ് എൽ ഡാഷ് ഇവിടെ അത് തന്നെ. ഇവിടെ എൽ ഡാഷ് ടെൻസ് ടു എപ്സിലോൺ ആണ്. ഇവിടെ എൽ ഡാഷ് ടെൻസ് ടു എസ് എൽ ഡാഷ് ആണ് വരുന്നത്. കണ്ടോ? എല്ലാത്തിനകത്തും ആകെപ്പാടെ വരുന്നത് എന്താണ്? ഓരോരോ പ്രൊഡക്ഷൻ റൂളുകളെ വരുന്നുള്ളൂ. ഒന്നിൽ കൂടുതൽ പ്രൊഡക്ഷൻ റൂൾസ് ഒരു സെല്ലിനകത്ത് നമ്മൾ എഴുതിയിട്ടില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഗ്രാമർ അല്ലെ ഈ ഒരു പാസ് ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? LL1 പാസ് ടേബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇതൊരു LL1 പാസ് ടേബിൾ ആണ്. എന്താണ് ഈ LL1 പാസ് ടേബിൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ഈ L കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ L രണ്ടാമത്തെ L കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് മൂന്നാമത്തെ L കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? LL1 പാസ് ടേബിൾ എന്ന് പറയുന്നത്, LL1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോൺ റിക്കർസീവ് ഡിസെൻഡന്റ് പാസർ എന്നാണ് അല്ലേ? നമുക്ക് അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കണ്ടോ? നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസറിനെയാണ് നമ്മൾ LL1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസർ. നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസറിനല്ലേ നമ്മൾ LL1 എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആദ്യത്തെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ് എന്നാണ്. ഓക്കെ, അതായത് നമ്മൾ പാഴ്സർ ഇൻപുട്ടിനെ റീഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ടാണ് റീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ L വന്നേക്കുന്നത്. രണ്ടാമത്തെ L കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്താണ്? പാസർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ്. ഓക്കെ, അപ്പം ആദ്യത്തെ L എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് സ്കാനിങ്ങും രണ്ടാമത്തെ L എന്ന് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനെയാണ്. ഇനി ആ 1 ഉണ്ടല്ലോ, ആ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടോക്കൺ ലുക്ക് ഹെഡ് എന്നാണ്. അറ്റ് എ ടൈമിൽ ഒറ്റ ടോക്കണിനെ മാത്രമേ ലുക്ക് ഹെഡ് ചെയ്യുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ LL1 എന്ന് പറയുന്നത്. LL1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസർ ആണ്. ഓക്കെ, അപ്പം നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസർ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പം ഒന്നിൽ കൂടുതൽ എൻട്രീസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക? അതിനെ റിക്കർസീവ് ഡിസെൻഡ് പാസർ എന്ന് പറയും. ഓക്കെ, അതായത് പ്രെഡിക്റ്റീവ് പാസറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ, നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസർ എന്നും റിക്കർസീവ് ഡിസെൻഡ് പാസർ എന്നും പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് എന്താണ്? നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസർ, അതായത് LL1 പാസർ ആണ് നമുക്കിപ്പം കിട്ടിയേക്കുന്നത് അല്ലെ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? എവിടെ പോയി? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സംഭവം എന്താ? എല്ലായിടത്തും എല്ലാ കോളം എടുത്ത് നോക്കിയാലും അല്ലെ എല്ലാ സെല്ലും എടുത്ത് നോക്കിയാലും എല്ലായിടത്തും ഓരോ എൻട്രി മാത്രമല്ലോ. അതുകൊണ്ട് ഇത് LL1 ആണ്, നോൺ റിക്കർസീവ് ഡിസെൻഡ് പാസർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് ഒന്നിൽ കൂടുതൽ എൻട്രി വരുന്ന ഒരു എക്സാമ്പിളൂടെ ചെയ്ത് നോക്കാം അതെങ്ങനെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാസ് ടേബിൾ. ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.